ഹൈ, നമുക്ക് ഒരു ജിഹാദിനെ പറ്റി കേട്ടാലോ. നിങ്ങൾ ഇന്നതുവരെ എത്ര ജിഹാദ് കേട്ടിട്ടുണ്ട്? ലവ് ജിഹാദ്, വേറെന്തൊരു ജിഹാദ് ഉണ്ടായിരുന്നു? നാർക്കോട്ടിക് ജിഹാദ്, വേറെ അങ്ങനെ കുറേ ജിഹാദ് ഉണ്ട്. ഭക്ഷണം വെച്ചിട്ടുള്ള ജിഹാദ്, അങ്ങനെ കുറേ ജിഹാദ്. ഇത് പുതിയ വെറൈറ്റി ജിഹാദാണ്. പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് നമ്മുടെ വിറയൽ വീരൻ വന്നിട്ടുണ്ട്. നമുക്ക് കേൾക്കാം. ജിഹാദിൻ്റെ ഒരു പ്രത്യേക തലം. ആസാമിലുള്ള ഏതായാലും ഗോസ്വാമി പറഞ്ഞെന്നൊക്കെയാണ് പറയണത്. എന്തോ കേട്ടു നോക്കി. ഉള്ള കാര്യം തുറന്നു പറയാൻ മടിയില്ലാത്ത മനുഷ്യൻ, അതാണ് ഹിമന്ത ബിശ്വ. അദ്ദേഹം ആസാമിലെ വേറൊരു ഗൂഢാലോചന പൊളിച്ചു. അതാണ് ഫെർട്ടിലൈസർ ജിഹാദ്. നമ്മളാരും കേട്ടിട്ടില്ല ഫെർട്ടിലൈസർ ജിഹാദ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടുപിടിച്ചത് ഈ ബംഗ്ലാദേശി മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് കൃഷിയും ചെയ്യുന്നുണ്ട്. ഇവർ ചില പ്രത്യേക കൃഷിയിടങ്ങൾ അനാവശ്യമായി വളപ്രയോഗം നടത്തി, കീടനാശിനി പ്രയോഗം നടത്തി ആകെക്കൂടെ നാശമാക്കി ഈ മത്തങ്ങ പോലെയുള്ള വഴുതനങ്ങ ഉണ്ടാക്കുക, ഇരട്ടി വലിപ്പമുള്ള ഏത്തക്ക ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇത് വണ്ടി കയറ്റി വിടുന്നത് ഹിന്ദുക്കൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ്, വെജിറ്റേറിയൻസ് കൂടുതലുള്ള സ്ഥലത്തേക്കാണ്. ഇതിനെയാണ് ഹിമന്ത ബിശ്വ ഫെർട്ടിലൈസർ ജിഹാദ് എന്ന് വിളിച്ചത്. വളം കൊടുത്ത്, വിഷം കൊടുത്ത്, അത് ചെടിയിൽ തളിച്ച് അത് കൊണ്ടുപോയി തിന്ന് ഹിന്ദുക്കൾ വംശനാശം വരിക, അസുഖം വരിക, ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ആർക്കെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? ഇതാണ് ഗസ്വ എ ഹിന്ദ്, ഹിന്ദുക്കളെ നശിപ്പിക്കുന്ന രീതി. ഇത് തുറന്ന് കാട്ടി ഹിമന്ത ബിശ്വ. ആ പച്ചക്കറി മുഴുവൻ നശിപ്പിച്ചു. ഈ ഫെർട്ടിലൈസർ ജിഹാദ് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. ടി വിക്കാർ ചോദിച്ചു, എന്താ ഈ ഫെർട്ടിലൈസർ ജിഹാദ്? ഇയാൾ പറഞ്ഞു, ഫെർട്ടിലൈസർ എന്ന് വെച്ചാൽ വളം, കൃത്രിമ വളം, അതിനെയാണ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അത് ഞാൻ പള്ളിക്കൂടം മുതൽ പഠിച്ച വാക്കാണ്. ജിഹാദ് എന്നുള്ള വാക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല, ഉണ്ടാക്കിയവരോട് ചോദിക്കും എന്ന് മാത്രമല്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതേ ടി വിക്കാരനെ കണ്ടപ്പോൾ ചോദിച്ചു, അതേ ജിഹാദിൻ്റെ അർത്ഥം ചോദിച്ചോ, മനസ്സിലായോ? ആർക്ക് സമാധാനം പറയാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, ഫെർട്ടിലൈസർ ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ ഉത്തരവാദിത്വം, പകുതി ഉത്തരവാദിത്വം എനിക്കാണ്. ഫെർട്ടിലൈസർ എനിക്കറിയാവുന്ന വാക്കാണ്, ജിഹാദ് എനിക്കറിയില്ല. നിങ്ങൾ പറ, ആരാണ് ഈ വാക്കുണ്ടാക്കിയത്? ആരാണ് ഈ വാക്കും കൊണ്ട് നടക്കുന്നത്? അവർ പറയട്ടെ. ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല, ഞാൻ ഉപയോഗിച്ചതാണ്. ഉണ്ടാക്കിയവൻ അതിൻ്റെ അർത്ഥം പറയണം. ആകെ കൂടെ ഡിഫെൻസീവിലായി. ഇതാണ് ഹിമന്ത ബിശ്വ. അദ്ദേഹത്തിൻ്റെ പവർ ഇപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ആകെ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ജിഹാദ. പക്ഷേ ഈ പറഞ്ഞു എനിക്ക് ഭയങ്കര ശക്തിയാണെന്നൊക്കെ പറയുന്നല്ലോ. അല്ലളിയാ, ഈ പറഞ്ഞവനിക്ക് ഈ ജിഹാദ് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇനി അതെന്താണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരാനും പോകുന്നില്ല. ഉണ്ടടാ, ജിഹാദുണ്ട്. ഈ നാട്ടിൽ ജിഹാദേ ഉള്ളൂ. നിനക്കറിയാമോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജിഹാദികളുള്ളതാ. അവർ 32% ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 26 എന്നായിരുന്നു എൻ്റെ കണക്ക്, ഇപ്പം 32 ആയെന്നാണ് പറയണത്. ഭയങ്കര ജിഹാദികളാണ്. ഈ പരട്ട കളവേർന്ന് പല കുത്തിത്തിരിപ്പും പറഞ്ഞു തരുവേ പിള്ളേരെ, ഇതൊന്നും കേൾക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇയാൾ പണ്ട് ആർത്തുങ്കൽ പള്ളിയിൽ ഇരിക്കുന്നത് ശിവനാണെന്ന് പറഞ്ഞു. ഉള്ള സംഖ്യകളെല്ലാവരും കൂടെ അങ്ങോട്ട് മുറുക്കി കെട്ടിക്കൊണ്ട് ചെന്ന് കയറി. അതും നല്ല മുക്കുവന്മാരുടെ അടുത്തോട്ടാണ് ചെന്ന് കയറി. അപ്പം അങ്കായം എടുത്തോണ്ട് ചന്നം പിന്നെ അടിച്ചിട്ട് ഓമാർ എടപ്പാളോട്ടത്തിനെ കാട്ടി വലിയൊരു ഓട്ടം ആർത്തുങ്കലോട്ടം ഓടിയതാണ്. ഈ പറട്ടക്കളവൻ പറയുന്നതും കേട്ടുകൊണ്ട് ആരും വാളെടുക്കാൻ നിൽക്കല്ലേ, അങ്ങനെ ഒരു സുന ഇല്ല. ഫെർട്ടിലൈസർ ജിഹാദ, അതെന്ത് വാഴ? ഈ അനാവശ്യമായ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. പെട്ടെന്ന് ഗ്രൂ അപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഓവറായിട്ട് ഓവർഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുമെന്നല്ലാതെ അതുകൊണ്ടിപ്പോൾ വലിയ സംഗതി ഉണ്ടാകും എന്നൊന്നുമില്ല. ഓവർഡോസ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. വള കൂടുതൽ കൊണ്ട് ചിലപ്പം നല്ല ഗ്രോത്ത് ഉണ്ടാവും. അത് ആ ഗ്രോത്ത് കഴിഞ്ഞാൽ വളത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ അതേപോലെ ഡിമ്മാവും. കർഷകരെ എങ്ങനെയും അടിച്ചൊതുക്കുക. മുസ്ലിം കർഷകരാണെങ്കിൽ അവരെ അങ്ങോട്ട് നന്നായിട്ട് അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് പുതിയ കണ്ടുപിടുത്തം കൊണ്ട് ഇറങ്ങിയിരിക്കുക. അറിയുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നോർത്ത് സൈഡിലൊക്കെ കച്ചവടക്കാരെയൊക്കെ ഇവർ നോക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് വിൽക്കുന്നതെങ്കിൽ വഴിയോര കച്ചവടക്കാരാണ്, അവരെയാണെങ്കിൽ അവരെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടി വയ്ക്കാൻ പറയും. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണെങ്കിൽ അവർ വളരെ ഇകഴ്ത്തുക മാത്രമല്ല, അവരുടെ അടുത്ത് കൂട്ടാനും അവരുടെ അടുത്ത് രജിസ്ട്രേഷൻ ചോദിക്കാനും അവരെ ഇൻസൾട്ട് ചെയ്യാനും ഇവർ മുന്നിട്ട് നിൽക്കും. മാത്രമല്ല ആഹ്വാനം കൊടുക്കും. ഹിന്ദു ആണെങ്കിൽ ഹിന്ദു എന്ന് എഴുതി വെക്കണം, നിൻ്റെ പേര് എഴുതി വെക്കും, എന്നാലേ ആളുകൾ നിൻ്റെ നിന്ന് വാങ്ങിക്കുള്ളൂ. വേറെ ആരും പിന്നെ ഈ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങരുത്, മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങരുത് എന്ന് പറയുന്നൊരു ടേമിലേക്ക് നാടെത്തിക്കഴിഞ്ഞു. ഇവനെ പോലുള്ള കീടങ്ങൾ, ഇവൻ്റെ വായുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ഒഴിച്ച് ക്ലീൻ ചെയ്താലും ക്ലീൻ ആവില്ല, അമ്മാതിരി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നിൻ്റെ അറിവിലേക്ക് ഞാൻ കുറച്ച് ജിഹാദുകൾ പറയാം. ഇവിടെ ചിക്കൻ എന്ന് പറഞ്ഞാൽ മീറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അത് മീറ്റ് ജിഹാദ് അല്ലേടാ, ചിക്കൻ ജിഹാദ് എന്ന് പറയാം. ഞങ്ങളങ്ങനെയൊക്കെയാണ്, ജിഹാദ് തന്നെടാ മൊത്തം. നിനക്ക് അറിയാൻ വേണ്ടി വേറൊരു കാര്യം പറയാം. നീയൊക്കെ തൂക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വേറൊരു സാധനമില്ലേ, ബ്രാഹ്മണ അച്ചാർ, ബ്രാഹ്മണ പുട്ടുപിടി, ബ്രാഹ്മണ മറ്റേപ്പൊടി, ബ്രാഹ്മണ മറിച്ചപ്പൊടി.
അതും വിപ്രോക്കാരുടെ കയ്യിലാണ്. ആരോ വിപ്രോക്കാരെന്നറിയാം? മുസ്ലിം. അത് നീ അറിഞ്ഞില്ലല്ലേ? അങ്ങനെ നമ്മളൊരു ജിഹാദ് ഇവിടെ നടത്തുന്നുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ നീ ഇപ്പം അറിഞ്ഞു. ബ്രാഹ്മൺസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുന്ന എല്ലാവരുടെയും അറിവിലേക്ക് അതായത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും വിതരണം ചെയ്യുന്നതും വിപ്രോ കമ്പനിയാണ്. അത് മുസ്ലിമിൻ്റെയാണ്. ഇനി യവന്മാർക്ക് പറ്റിയ വേറെന്താ ഉള്ളത്? എല്ലാത്തിലും മുസ്ലിങ്ങൾ കൈകടത്തിയിട്ടുണ്ട്. അപ്പം അതില്ലാത്തത് എങ്ങനെയാണ്? ബീഫിൻ്റെ അടുത്ത് മിണ്ടാനൊക്കത്തില്ല. കാരണം ഇവറ്റുകൾ മിണ്ടി കഴിഞ്ഞാൽ അവന്മാർ തട്ടും. കാരണം പശു അമ്മച്ചിയും കാള അച്ചച്ചനുമാണ്. അപ്പോൾ പിന്നെ അത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ അച്ഛന്മാരെ കയറ്റി അയക്കുന്നതും ഇന്ത്യയാണ്. അത് നമ്മളല്ലെന്നേ ഉള്ളൂ. ഗുജറാത്തികളായ 4 പേരാണ്. 2 പേര് വിൽക്കും, 2 പേര് വാങ്ങിക്കും, 2 പേര് വിദേശത്തേക്കും, 2 പേര് കാശ് നിറയ്ക്കും. മക്കൾക്ക് ഡയമണ്ട് ഇട്ട് കൊടുക്കും. അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ജിഹാദും പോയി. ബീഫ് ജിഹാദ് നടക്കത്തില്ല. ബീഫ് പക്ഷേ മുസ്ലിങ്ങൾ കഴിക്കുന്നുണ്ട്. ജിഹാദാണത്. ചിക്കൻ നടക്കില്ല. മീൻ അല്ലടാ, നീ മീൻ എങ്ങനെ തിന്നു? മീന് നിങ്ങളുടെ മഹാവിഷ്ണുവിൻ്റെ 10 ഫാൻസി ഡ്രസ്സിലൊന്നല്ലേ? അദ്ദേഹത്തിന് 10 ഫാൻസി ഡ്രസ്സുണ്ട്. അദ്ദേഹം 10 ഫാൻസി ഡ്രസ്സിൽ ആദ്യത്തെ സാധനമാണ് നിന്ന് മീൻ. വരാഹം, മത്സ്യം, പിന്നെ വേറെന്തുണ്ടല്ലോ, കൂർമ്മം, വരാഹം, അങ്ങനെ ആമയങ്ങൾ തിന്നൂല. പൊട്ട് മീൻ തിന്നണമെന്ന് വെച്ചാൽ നടക്കില്ല. അത് നമ്മളുടെ സ്വന്തം ആളാണ്. മത്സ്യം എന്ന് പറയുന്നത് ഇവരുടെ ഒരു പിന്നെ അദ്ദേഹത്തിൻ്റെ പരശുരാമനെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളമാണ്. ഫാൻസി ഡ്രസ്സാണ്. അത്ര തന്നെ എനിക്ക് അങ്ങനെ അറിയാവുള്ളൂ. പിന്നെ ഇനി എന്താ ഉള്ള വഴി? പന്നി. അത് മുസ്ലിങ്ങൾക്ക് പറ്റത്തില്ല, ഹറാമ. അതെടുത്തോടാ. ബാക്കി എല്ലാത്തിലും ഞങ്ങൾ ജിഹാദ് കുത്തിക്കയറ്റി വെച്ച് നീയൊക്കെ ഇനി ഒന്നും തിന്നണ്ട. പാലിലും ജിഹാദുണ്ട്. പശുവിൻ്റെ പാലിലും ഉണ്ട്, പശുവിലും ഉണ്ട്. മൊത്തത്തിൽ ഞങ്ങൾ ജിഹാദ് കൊണ്ടങ്ങ് നിറച്ചിരിക്കണം. അത് ജിഹാദ് എന്തെന്ന് അറിഞ്ഞിട്ടല്ല. അപ്പോൾ പിന്നെ നീ അതങ്ങനെ അറിയണ്ട. ഇനി അറിയോ വേണ്ട. ജിഹാദ് എല്ലാത്തിലും ഉണ്ട്. എവിടെയും ജിഹാദ് തന്നെയാണ്. ഇല്ലാത്തത് പന്നിയേ ഉള്ളൂ. പക്ഷെ പന്നിയും പറ്റൂലല്ലേ? എന്താണെന്നറിയാമോ? ഫാൻസി ഡ്രസ്സിൽ ഒരു ഫാൻസി ഡ്രസ്സ് പന്നിയാണ്. പന്നി ഇങ്ങനെ മൂക്കിൻ്റെ തുമ്പറ്റത്ത് ബോൾ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഇവരുടെ ഒരു ഫാൻസി ഡ്രസ്സാണ്. അപ്പോൾ അതും നടക്കത്തില്ല. പിന്നെ ഇപ്പോൾ എന്തോ ചെയ്യും? ചാണകം ബെസ്റ്റ് ഓപ്ഷനാണ്ടാ. നല്ലൊരു ഓപ്ഷനാണ് ചാണകം വാരി നിന്നെ പോലുള്ള കുറേ എണ്ണത്തിന് പറ്റിയത് അതാണ്. ചോറും വേണ്ട, കറിയും വേണ്ട, എന്നും വേണ്ട, എല്ലാം ചാണകം വാരി കുത്തിക്കയറ്റി. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അലവലാതിയെ 2 പൊട്ടിക്കാൻ ആരുമില്ലയോ? എന്തൊക്കെ തള്ളി മറിക്കലുകളായിരുന്നു തള്ളി മറിക്കുന്നത്. ഇവൻ്റെ വാക്കും വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി നിൽക്കുന്ന സംഘികൾ കുറച്ചൊക്കെ ഒന്നുകിൽ നിങ്ങൾ ആ മതത്തിലുള്ള സംഗതി പഠിക്കാം. അല്ലാച്ചാൽ ഇത്തരം വൃത്തികേട് പറയുന്നവൻ്റെ വായിക്കകത്ത് കുറച്ച് ആസിഡ് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അതാണ് നല്ലത്. ഇവൻ ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി അവസാനം പങ്കായത്തിന് അടി കിട്ടിയ ഓർമ്മയുണ്ടല്ലോ, മറന്നു പോവല്ലേ? ആർത്തുങ്കൽ പള്ളിയിലിരിക്കുന്നത് ശിവനാണെന്നും ശിവൻ്റെ വിഗ്രഹമാണെന്നും അത് ഞങ്ങളുടെ സാധനമാണെന്നും പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്തോട്ട് നെച്ച് പിടിച്ച് പങ്കായം എടുത്ത് അവിടെയുള്ള മനുഷ്യരെല്ലാം കൂടെ മുതുക്ക ഇട്ടിയും കൊടുത്ത് ഓടി കടലിൽ ചാടി എന്നൊക്കെയാണ് കഥ. അമ്മാതിരി ഓട്ടമായിരുന്നു. ഓടി എങ്ങോട്ടോടാൻ? അപ്പുറത്തോട്ടോടിയാ റോഡ്, ആലപ്പുഴ ഇപ്പുറത്തോട്ടോടിയാ എങ്ങോട്ട് ഓടും? രക്ഷയില്ല. അവസാനന്മാർ കടലിൽ ചാടി നീന്തി കയറിയെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. കുറേ എണ്ണത്തിനെ ബംഗ്ലാദേശിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നെന്നും പറയുന്നു. എങ്ങനെയാണോ എന്താ അവിടം വരെ എങ്ങനെ നീന്തി എത്തിയ? ഏതായാലും ഇയാളെ വാക്കും വിശ്വസിച്ച് ഇതും കേട്ടുകൊണ്ടിരുന്നാൽ ഇല്ലാത്ത ഭ്രാന്ത് വരും. ഇവനെ പിടിച്ച് 2 പൊട്ടിച്ച് ഒന്നും പറയാനില്ല. ഇവനിക്കൊക്കെ എന്തിൻ്റെ സോക്കേടാണോ എന്തോ. 2014 ഇപ്പുറം ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതുപോലുള്ള കുറേ രാജ്യദ്രോഹികളെയാണ്. രാജ്യത്ത് ഇല്ലാത്ത കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൃത്തികെട്ട ന്യായവും വടിന്യായവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവന്മാർക്കെതിരെ കേസ് കൊടുക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തരുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവറ്റുകൾ വിളയുന്നത്. ശക്തമായ കേസാണ് ഇവർക്കെതിരെ കൊടുക്കേണ്ടത്. ഇത് ഇങ്ങനെ നിത്യേന നമ്മൾ സഹിക്കേണ്ട കാര്യം എന്താ? ചെയ്യാത്തൊരു കാര്യം നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് എന്തിനാണ്? എന്ത് ജിഹാദ്? ഇവനൊക്കെ എന്തോ ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ആര് ജിഹാദ് നടത്തിയത്? എന്താണ് ഈ ജിഹാദ്? എന്താണ് അതിൻ്റെ മീനിങ്? എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞ് പെടുത്തുന്നത്? ഒന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. പോടാ ചൊട്ടത്തലയാ.